Calculate the length of the sides and diagonals of the quadrilateral. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും നീളം കണക്കാക്കുക. അപ്പോൾ ഞാൻ ഈ ഓരോ മൂലകൾക്ക് ഓരോ പേര് കൊടുത്തു. എ ബി സി ഡി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ചതുർഭുജത്തിന്റെ എല്ലാ സൈഡുകളുടെ ലെങ്ത്തും കാണണം. അതേപോലെ വികർണങ്ങൾ ഡയഗണൽസ് അഥവാ എതിർമൂലകൾ തമ്മിലുള്ള ഈ യോജിപ്പിക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ് എന്ന് പറയാം. ഇതിന്റെ നീളവും കാണണം. അപ്പൊ ആദ്യം നമുക്ക് എ ബി തൊട്ട് പോവാം. എ ബിയുടെ നീളം കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ അല്ലാതെ നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട്. എക്സുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ വൈകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ എടുത്താൽ മതി. ഇനി വൈകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ എടുത്താൽ മതി അല്ലെ? അങ്ങനെ നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, എ ബിയുടെ നീളമാണ് ഞാൻ കാണുന്നത്. അതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടെയും -3 ആണ്, ഇവിടെയും -3 ആണ്. അപ്പൊ വൈകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. മോഡ് y1 മൈനസ് y2. അപ്പൊ y1 എന്ന് പറയുന്നത് 1 ആണ്, y2 എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ 1 മൈനസ് -2 വരും. ഈ 1 എന്ന് പറയുന്നത് y1ന്റെ വാല്യൂ ആണ്. പിന്നെ ഇവിടെ മൈനസ് ആണ്, ആ മൈനസ് ആണിത്. പിന്നെ y2ന്റെ വാല്യൂ y2ലും ഉണ്ട് എന്ത്? ഒരു മൈനസ്. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ 1 + 2 = 3 എന്ന് കിട്ടും. മോഡുലസ് വാല്യൂ ഓഫ് 3 എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ എ ബിയുടെ നീളം കിട്ടിയ എത്രയാ? 3. ഇനി അടുത്തത് ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ജനറൽ ഇക്വേഷൻ വെച്ചാലും കിട്ടും കേട്ടോ. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ വെച്ചാലും കിട്ടും. x1 ഉം x2 ചെയ്യുമ്പോൾ -3 ഇങ്ങനെ വരിക. -3 -3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ -3 + 3 ഇത് 0 ആയി പോകും. പിന്നെ ഉള്ളത് 1 - -2. അത് ഇത് തന്നെയാണ് വരിക അല്ലെ? 1 - -2 എന്ന് പറയുമ്പോൾ 1 + 3. 1 + 3ന്റെ സ്ക്വയർ പറയുമ്പോൾ 9 കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും 3 തന്നെ കിട്ടും. മനസ്സിലായോ? നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് -3 -3ന്റെ സ്ക്വയർ അഥവാ x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 1 - -2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ -3 + 3 0 ആവും. അപ്പൊ 0 സ്ക്വയർ പ്ലസ് രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 1 2 3 3ന്റെ സ്ക്വയർ 9. 0ന്റെ സ്ക്വയർ 0 തന്നെയാണ്. അപ്പൊ 0 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 9. 9ന്റെ റൂട്ട് 3. കണ്ടോ? ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ മറ്റേ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. എക്സുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ വൈകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ കാണാം. ഇനി വൈകൾ സെയിം ആണെന്നുണ്ടെങ്കിലോ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. രണ്ടാമത്തെ നമ്മൾ കാണാൻ പോകുന്നത് ബി സി ആണ്. ബി സി നോക്കുമ്പോൾ ഇവിടെ y -2 ആണ്, ഇവിടത്തെയും y -2 ആണ്. അപ്പൊ നമ്മൾ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മോഡുലസ് വാല്യൂ x1 - x2. x1നെ നമുക്ക് -3 എന്നും x2നെ നമുക്ക് 1 എന്നും എടുക്കാം. അപ്പൊ -3 - 1 രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെയോ അല്ലെങ്കിൽ ഡിവിഷന്റെയോ സിമ്പൽ ഇല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ 3 1 4 -4 എന്ന് കിട്ടും. അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എന്താവും? +4 ആവും. അപ്പൊ ബി സിയുടെ നീളം കിട്ടിയ എത്രയാ? 4. ഇനി അടുത്ത് ഞാൻ കാണാൻ പോകുന്നത് സി ഡിയുടെ നീളമാണ്. സി ഡി കാണാൻ എക്സും വൈയും സെയിം അല്ല. എക്സും വൈയും സെയിം ആണോ? അല്ല. പക്ഷേ 0 0 അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലോട്ടുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² + y² ആണ്. ഓക്കെ, അത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ഇക്വേഷൻ വെച്ചാണ് ഞാൻ കാണിച്ചു തരാം. എക്സിനെ നമ്മൾ 1 എന്ന് എടുത്തു, y നമ്മൾ -2 എന്ന് എടുത്തു. അപ്പൊ 1² + -2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, -2ന്റെ സ്ക്വയർ 4. 4 1 5 എന്ന് കിട്ടും. ഇനി ഇവിടെ മറ്റേ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ റൂട്ട് ഓഫ് x1 - x2. അപ്പൊ 0 - 1 -1 അതിന്റെ സ്ക്വയർ പ്ലസ് 0 - -2 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. റൂട്ട് ഉണ്ട് കേട്ടോ. 4 ഒന്നും കൂട്ടുമ്പോൾ റൂട്ട് 5. കണ്ടോ? ജനറൽ ഇക്വേഷൻ വെച്ചാലും കിട്ടും, ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാലും കിട്ടും. ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ടൈം കൺസ്യൂമിങ്, അതായത് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഡി ഐയുടെ നീളം കാണണം.
ഡി എ കാണാനും അതേപോലെ തന്നെ 0 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയും. എക്സ് -3 ആണ്, വൈ 1 ആണ്. -3ന്റെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ. -3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ 9 + 1 √10 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാ സൈഡുകളും കിട്ടി. എ ബി 3 എന്ന് കിട്ടി, എ ബി 3. ബി സി 4 എന്ന് കിട്ടി, ഇവിടെ 4 എന്ന് കിട്ടി. സി ഡി √5 എന്ന് കിട്ടി, ഇവിടെ √5. അടുത്തത് √10, ഇവിടെ √10. അപ്പൊ നമുക്ക് എല്ലാ സൈഡുകളായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡയഗണൽസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയഗണലിന്റെ നീളം. നമ്മുടെ ഒന്നാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സുകളും സെയിം അല്ല, വൈകളും സെയിം അല്ല, അതേപോലെ തന്നെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസും അല്ല. അപ്പൊ നമ്മളുടെ ജനറൽ ഇക്വേഷൻ √(x1 - x2) പ്ലസ് y1 - y2). ഈ -3 1നെ x1 y1 എന്ന് എടുത്തു, 1 - 2നെ x2 y2 എന്ന് എടുത്തു. അപ്പൊ x1ന്റെ സ്ഥാനത്ത് -3, അപ്പൊ x1ന്റെ സ്ഥാനത്ത് -3, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൊടുത്തു. x2ന്റെ സ്ഥാനത്ത് 1² പ്ലസ് y1ന്റെ സ്ഥാനത്ത് 1, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൊടുത്തു. y2ന്റെ സ്ഥാനത്ത് -2 ആണ്, അപ്പൊ -2² -3 -1. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻഡു ഡിവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ -4ന്റെ സ്ക്വയർ. ഇവിടെ 2 മൈനസ് അടുപ്പിച്ച് വരുന്നുണ്ട്, അത് പ്ലസ് ആവും. അപ്പൊ 1 + 2 3, 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ, -4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസിന്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. 4ന്റെ സ്ക്വയർ 16 എന്ന് കിട്ടും, 3ന്റെ സ്ക്വയർ 9 എന്ന് കിട്ടും. 16 9 കൂട്ടുമ്പോൾ 25 എന്ന് കിട്ടും. 25ന്റെ റൂട്ട് ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 25 കിട്ടുക? 5നെ ഗുണിക്കുമ്പോൾ. അപ്പൊ എ സിയുടെ നീളം കിട്ടി എത്രയാ? 5. ഇനി നമുക്ക് ബി ഡിയുടെ നീളം കാണണം. അത് നോക്കി, 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നുള്ള അകലാണ്. 0 0ൽ നിന്നുള്ള അകലം എന്താ നമ്മൾ പറഞ്ഞു? എന്താ? x² + y². എക്സ് എന്താണ്? -3, y എന്താണ്? -2. അപ്പൊ -3ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ. -3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 9 + 4 = 13 എന്ന് കിട്ടും, 13. അപ്പൊ √13. അപ്പൊ നമുക്ക് എല്ലാ സൈഡും കിട്ടി, ഡയഗണലും കിട്ടി. ഓക്കെ.